ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മരിയാസ് ആർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഞാൻ സെക്കൻഡ് സ്റ്റഡിൽ കുത്താൻ പോവുകയാണ് ഗൈസ്. സ്പ്രേ അടിച്ച് വയ്ക്കാമേ. ഇവിടെ മഴയാണ് കേട്ടോ, കാണിച്ചു തരാമേ. ഉണ്ട് ഗൈസ്, ഇവിടെ മഴയാണ്, ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനും ചേട്ടായും മമ്മിയും പിന്നെ വലിയമ്മയും. ഇതാട്ടോ വലിയമ്മി, ചേട്ടാട്ടോ അമ്മ. ഗൈസ് ഒരു കുട എടുക്കുകയാണ് ഗൈസ്. എൻ്റെ പള്ളി പോകുന്ന ബാഗിലാണ് ഈ കുടയുള്ളത് ഗൈസ്. കുട എടുത്തിട്ടുണ്ട് ഗൈസ്. മഴ അങ്ങനെ ഗൈസ്, അയ്യോ മഴ ആണല്ലോ. യെസ്, ഇനി ഞാൻ പോട്ടെ, ഓടി പോലെ. ഗൈസ് സെക്കൻഡ് സ്റ്റഡ് കൂത്താൻ മാത്രമല്ല കേട്ടോ പോകുന്നത്. അമ്മയ്ക്ക് തുണിയുടെ ലൈനിങ് എടുക്കണം, പിന്നെ വല്യമ്മയ്ക്ക് ചുരിദാറും എടുക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് കട ഇറങ്ങി, ഞാനും അമ്മയും അങ്ങനെ ഇറങ്ങി ഗൈസ്. ഞാൻ ഓടി കേട്ടോ, മഴയാണ്, തൂളുന്നേ ഉള്ളൂ കേട്ടോ. കടയുടെ ഉള്ളിലോട്ട് കയറി ഗൈസ്. നല്ല മിററായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ മിറർ. ഇവിടെ കുറേ കമ്മലൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് മേക്ക് അതിൻ്റെ സെക്ഷനായിട്ട് വരുന്നത്. ഞാൻ മുക്കാണ് ഗൈസ് എടുക്കുന്നത്. അവസാനം ഞാൻ ഈ വൈറ്റ് കളർ എടുത്തു ഗൈസ്. ചേട്ടനും പറഞ്ഞു തരും ഗൈസ് ഇത് എങ്ങനെ ഇടണ്ടേന്നൊക്കെ. നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഈ മിഷനിൽ ആണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ. കമ്മലാണ്, നല്ല ക്വാളിറ്റി കൂടിയ കമ്മലുകളാണ്. മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ മുക്കിൻ്റെ കമ്മലാട്ടോ എടുക്കുന്നത്. അതാണ് മിഷനിൽ നമ്മൾ കുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ സൂചിയിലൂടെ അത് ഈ മിഷനിൽ ഇങ്ങനെ പ്രസ് പോലെ അതിലേക്ക്. പിന്നെ ലാസ്റ്റ് ഒരു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, മയം കിട്ടാനാണ് കേട്ടോ പറഞ്ഞേ. അങ്ങനെ കേസ് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് വേനെടുക്കുമെന്ന്. അങ്ങനെ കേസ് കൊത്തി, ചെറിയൊരു വേനേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലാത്തൊരു സുഖം കേസ്, കുഴപ്പമില്ലായിരുന്നു. വേനെടുക്കുന്നുണ്ട് ചെറിയതായിട്ടൊക്കെ. അങ്ങനെ കേസ് അപ്പുറത്തെ കാതും കുത്തുകയാണ് കേസ്. ഉണ്ടോ, അപ്പുറത്തെ ചെറിയൊരു വേന. ഞാനിങ്ങനെ കണ്ണ് പെട്ടെന്ന് അടുപ്പിച്ചു. എനിക്കിങ്ങനെ എന്തോലായി. ചേട്ടനത് ടൈറ്റ് ആകുമ്പം വേദന നല്ലവണ്ണം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെറിയതായിട്ട് ലൂസാക്കിയായിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് ഞാനവിടെ ഇറങ്ങി കിട്ടും. ഓക്കെ, 2 കാറൊക്കെ എത്തിയാണ് രണ്ടും ഗൈസ്. ഞാൻ കട കാണിച്ചു തരാം. അങ്ങനെ അമ്മയും വന്നു. ഇതാണ് ഗൈസ് ഞാൻ മേക്കാതെ എത്തിയ കട. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ പോവുകയാണ് കേട്ടോ രാജപുരത്തോട്ട്. ചേട്ടായി ഇപ്പോൾ വരും, ഡീസൽ അടിക്കാൻ പോയതാട്ടോ. അങ്ങനെ ഗൈസ് ചേട്ടായി വന്നു, ഞാനും അമ്മയും അവിടേക്ക് കയറി പോവാണ് ഗൈസ്. അമ്മയ്ക്ക് ലൈനിങ് എടുക്കാനുണ്ട്, വലിയമ്മയ്ക്ക് ചുരിദാർ എടുക്കാനുണ്ട് ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ കയറി. അമ്മയുടെ ലൈനിങ് നോക്കുകയാണ്. ഞാൻ വലിയമ്മീനെ കാണിച്ചു തരാം, അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ വലിയമ്മയുടെ. ഓക്കെ ഗൈസ്, ഇതാ വലിയമ്മയുടെ ലൈനിങ് എടുക്കുകയാണ്. ഇതാ വലിയമ്മയുടെ ഗൈസ്. പിന്നെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഈ കടയുടെ പേര് ലിറ്റിൽ സ്റ്റാർ ആണ് കേട്ടോ, രാജപുരത്തുള്ള. അതിന് നമുക്ക് ഫ്രോക്കായിട്ടും പിന്നെ ഷാൾസും അങ്ങനെ കുറേ വരുന്നുണ്ട്. പിന്നെ നൈറ്റ് തുണിയും കൊണ്ട് നമുക്ക് ചുരിദാർ തയ്ക്കാം. അങ്ങനെയൊക്കെ കുറേ കളക്ഷൻസാണ് കേട്ടോ ഇവിടെയുള്ള. എണ്ണിത്തീരില്ല, അത്രയും ഉണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ നൈറ്റ് തുണിയാണ്, പിന്നെ ഇതൊക്കെ നമ്മൾ മുറിച്ചെടുക്കുന്ന തുണികളാണ് കേട്ടോ. എനിക്ക് ഇതാട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറിയുടെ. പിന്നെ അമ്മ നൈറ്റ് തുണി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ മിററുണ്ട്.
അങ്ങനെ കേസ് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല മഴയാണ്. അപ്പോൾ ചേട്ടായി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഞാൻ പപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നോക്ക് ഗൈസ്, മഴ കാരണം നല്ല മഴയായിരുന്നു. കൂടിലൊക്കെ അങ്ങനെ വെള്ളം പറ്റി ഗൈസ്. ഞങ്ങളങ്ങനെ വീട്ടിലെത്താറായിരിക്കുന്നു ഗൈസ്. കേട്ടോ, എൻ്റെ മുടിയിലൊക്കെ വെള്ളം പറ്റി. കുട ഉപയോഗിച്ചിട്ടില്ല, ചുമ്മാ കുട എടുത്ത്. അങ്ങനെ അമ്മയോട് ടാറ്റ പറയാൻ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കൈ കാണിച്ചു. അതെ, അപ്പോൾ ഇവിടെ എത്താറായിരിക്കുന്നു ഗീസ്. അങ്ങനെ വല്യമ്മ ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ ഇവിടെ നടക്കുന്ന ദൂരമുള്ളൂ ഗീസ്. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇവിടെ എത്താറായിരിക്കുന്നു. ഞാൻ എന്തൊക്കെയോ പറയുമോ, എനിക്ക് തന്നെ അറിയുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വീടിൻ്റെ ഇവിടെ എത്തിയിരിക്കുന്നു ഗീസ്. ഓക്കെ, ഞാനങ്ങനെ ഇറങ്ങി ഗീസ്. നേരെ അകത്തോട്ട് ചെന്നിട്ട് പപ്സ് കൊണ്ട് വെച്ച്. ഇതാണ് ഗീസ് പാപ്പ. അപ്പോൾ ഇത്രയുള്ള ഓഡിയോ. ബൈ.